പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്ന് കഴിഞ്ഞ റോ എപ്പിസോഡിൽ നിന്ന് നമുക്ക് ലഭിച്ച കുറച്ച് സ്റ്റോറി ലൈൻ ഡീറ്റെയിൽസ് ആണ്. അതിൽ ഒന്നാമത്തേത് അടുത്ത ആഴ്ചത്തെ റോ എപ്പിസോഡിലേക്ക് കൺഫേം ചെയ്ത മത്സരങ്ങളെ സംബന്ധിച്ചാണ്. ഒബാഫെമിയുടെ ഓപ്പൺ ചലഞ്ച് കണ്ടിന്യൂ ചെയ്യുമെന്നുള്ളത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇന്നത്തെ റോ എപ്പിസോഡിൽ ഒബാഫെമിയുടെ ഓപ്പൺ ചലഞ്ച് ഉണ്ടായിരുന്നു, പക്ഷേ ആരും അതിന് ഉത്തരം പറഞ്ഞേ വന്നില്ല. റോ ജനറൽ മാനേജറായ ആദം പിയേഴ്സ് ഒബാഫെമിയെ വന്ന് ഇൻഫോം ചെയ്യുന്നത് ഇത് ക്യാൻസൽ ചെയ്തു എന്നാണ്. ആ ഒരു ഉദ്ദേശത്തോടു കൂടി ബാക്ക് സ്റ്റേജിലേക്ക് പോയി ലോസ് ഗാർസ എന്ന് പറയുന്ന ടീമിലെ ഏഞ്ചൽ ഗാർസിയെയും ഹുംബർട്ടോ കാരിലെയും റിങ്ങിലേക്ക് കൊണ്ടുവന്ന് ഇവർക്കെതിരെ ഒരു ഹാൻഡിക്യാപ്പ് മാച്ച് ആ ദേഷ്യത്തിൽ ഒബാഫെമി കളിച്ചു. ഒരു സ്ക്വാഷ് മാച്ചോട് കൂടി ഈ ഹാൻഡിക്യാപ്പ് മത്സരത്തിൽ ഒബാഫെമി വിജയം കരസ്ഥമാക്കുന്നതുമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ ഓപ്പൺ ചലഞ്ച് അവസാനിപ്പിച്ചിട്ടില്ല, അത് അടുത്ത ആഴ്ചയും കണ്ടിന്യൂ ചെയ്തു പോകും. പിന്നീട് കൺഫേം ചെയ്തിട്ടുള്ള ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരം വുമൻസ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മത്സരമാണ്. ഇന്നത്തെ റോ എപ്പിസോഡിൽ ജഡ്ജ്മെന്റ് ഡേ എന്ന് പറയുന്ന ടീമിൻ്റെ ചലഞ്ചിനുള്ള ഒരു മറുപടി കൊടുക്കാൻ വേണ്ടി വുമൻസ് ടാഗ് ടീം ചാമ്പ്യന്മാരായ പേജ്, ബ്രീ, ബെല്ല തുടങ്ങിയവരുടെ ടീം വരുന്നതായി നമുക്ക് കാണാൻ സാധിച്ചു. അങ്ങോട്ടേക്ക് ജഡ്ജ്മെന്റ് ഡേ ടീം വന്നു. ലിവ് മോർഗൻ പിറകിലൂടെ വന്നിട്ടുള്ള ഒരു ആക്രമണം നടത്തിക്കൊണ്ട് ജഡ്ജ്മെന്റ് ഡേ സ്റ്റാൻഡിംഗ് ടോൾ എന്നുള്ള രീതിയിൽ ആ ഒരു സെഗ്മെന്റ് അവസാനിക്കുന്നതാണ് കാണാൻ സാധിച്ചത്. തുടർന്നാണ് അടുത്ത റോ എപ്പിസോഡിൽ പേജ്, ബ്രീ, ബെല്ല തുടങ്ങിയവരുടെ ടീം ജഡ്ജ്മെന്റ് ഡേയിലെ റോക്സിനി പെരസ്, റക്കിൽ റോഡ്രിഗസ് തുടങ്ങിയവർക്കെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന ചാമ്പ്യൻഷിപ്പ് മത്സരം കൂടി കൺഫേം ചെയ്യുന്ന ഒരു അപ്ഡേറ്റ് പങ്കുവച്ചിട്ടുള്ളത്. രണ്ടാമത്തെ അപ്ഡേറ്റ് WWE അടുത്ത സ്പെഷ്യൽ ഇവന്റ് എന്ന് പറയുന്നത് സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവന്റ് എന്ന് പറയുന്ന ഷോയാണ്. മെയ് 24 ഞായറാഴ്ചയാണ് ഈ ഒരു പ്രോഗ്രാം നടക്കുന്നത്. അടുത്ത പ്രീമിയം ലൈവ് ഇവന്റ് ഇറ്റലിയിൽ വെച്ച് നടക്കാൻ പോകുന്ന ക്ലാഷ് ഇൻ ഇറ്റലി ആണെങ്കിലും അതിന് മുൻപ് നടക്കുന്ന സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവന്റ് എന്ന് പറയുന്ന ഷോയിലേക്ക് 2 ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങൾ ഇന്നത്തെ റോ എപ്പിസോഡിന് ഇടയിലൂടെ കൺഫേം ചെയ്തിട്ടുണ്ട്. അതിൽ ആദ്യത്തേത് ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പ് മത്സരത്തെ സംബന്ധിച്ചാണ്. പെൻഡ എന്ന് പറയുന്ന റസ്ലർ ഈതൻ പേജ് എന്ന റസ്ലറിനെതിരെയാണ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്നത്. ഈ ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത് പെൻഡ വന്നിട്ട് ഈതൻ പേജ് തുടങ്ങിയവർക്കെതിരെയുള്ള ഒരു പ്രൊമോ കട്ട് ചെയ്യുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ഈതൻ പേജ് ആദ്യം കയറി വരുന്നു. എന്നിട്ട് ഈ ഒരു മത്സരം നടക്കുമെന്നുള്ള ഒരു അപ്ഡേറ്റ് പങ്കുവെക്കുന്നു. അങ്ങോട്ടേക്ക് റൂസേവ് കടന്നു വരുന്നു. പിന്നീട് റൂസേവും ജിവോൺ എവൻസും തമ്മിലുള്ള മത്സരമായിട്ട് ആ ഒരു സെഗ്മെൻറ്റ് മാറുന്നുണ്ട്. അപ്പോൾ ജിവോൺ എവൻസ് റൂസേവിനെ പരാജയപ്പെടുത്തുന്നതായിട്ടാണ് നമുക്ക് ആ ഒരു മത്സരത്തിൽ കാണാൻ സാധിച്ചത് എന്നുണ്ടെങ്കിലും ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പ് മത്സരമായിട്ട് ഈതൻ പേജ് ആണ് പെൻഡയുടെ ടൈറ്റിൽ ഇപ്പോൾ ഒരു ചലഞ്ച് പ്രഖ്യാപിച്ച് സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവന്റിൽ ചലഞ്ച് ചെയ്യാൻ പോകുന്നത്. ഇനി മറ്റൊരു ചാമ്പ്യൻഷിപ്പ് മത്സരം കൺഫേം ചെയ്തിട്ടുള്ളത് വേൾഡ് ടാഗ് ടീം ചാമ്പ്യന്മാരായ ദ വിഷൻ ടീമിലെ ലോഗൻ പോൾ, ഓസ്റ്റിൻ തിയറി തുടങ്ങിയവരുടെ ചാമ്പ്യൻഷിപ്പ് സ്ട്രീറ്റ് പ്രോഫിറ്റ്സ് എന്ന് പറയുന്ന ടീമിനെതിരെ ഡിഫെൻഡ് ചെയ്യുന്ന ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മത്സരമാണ്. ഇന്നത്തെ റോ എപ്പിസോഡ് ആരംഭിക്കുന്നത് ഒരു 6 മാൻ ടാഗ് ടീം മത്സരത്തിലൂടെ ആണെങ്കിൽ പോലും അതിനു മുൻപ് ചെറിയൊരു പ്രൊമോ ഈ ദ വിഷൻ എന്ന് പറയുന്ന ടീമും സ്ട്രീറ്റ് പ്രോഫിറ്റ്സും ജോ ഹെൻറിയും തമ്മിൽ നടത്തുകയുണ്ടായി. പിന്നീട് വന്ന 6 മാൻ ടാഗ് ടീം മത്സരത്തിൽ ഓസ്റ്റിൻ തിയറിയെ പിൻഫോളിലൂടെ പരാജയപ്പെടുത്തിക്കൊണ്ടുള്ള സ്ട്രീറ്റ് പ്രോഫിറ്റ്സ് ടീമിൻ്റെ ഈ ഒരു 6 മാൻ ടാഗ് ടീം മത്സരത്തിൻ്റെ വിജയം ഇവർക്ക് ഒരു ചാമ്പ്യൻഷിപ്പ് ഓപ്പർച്യൂണിറ്റി നേടിക്കൊടുത്തു എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ 2 ഗംഭീര ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങളാണ് സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവന്റിലേക്ക് കൺഫേം ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ പ്രിഡിക്ഷൻസ് ഏതൊക്കെ ആളുകളാണ് വിജയിക്കാൻ പോകുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മൂന്നാമത്തെ അപ്ഡേറ്റ് വുമൻസ് ഡിവിഷനിലെ ടോപ്പ് സ്റ്റാറായ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം റെസ്ലർ കൂടിയായ ആസ്ക WWE വിട്ടതിനെ സംബന്ധിച്ചാണ്. റോ എപ്പിസോഡിൻ്റെ ബാക്ക് സ്റ്റേജിൽ ഇയോസ്കയെ ഹഗ് ചെയ്തുകൊണ്ട് ഇനി എൻ്റെ സ്ഥാനം നിനക്കുള്ളതാണ് എന്ന് പറഞ്ഞ് ആ ലഗേജൊക്കെ എടുത്ത് ആസ്ക ബാക്ക് സ്റ്റേജിൽ നിന്ന് വിട പറഞ്ഞു പോകുന്നത് കാണുമ്പോൾ WWE നിന്ന് ആസ്ക മാറി നിൽക്കാൻ തീരുമാനിച്ചു എന്നുള്ളത് കൺഫേം ആയിട്ടുണ്ട്. ഓൾറെഡി ബാക്ക്ലാഷ് പ്രീമിയം ലൈവ് ഇവന്റ് കഴിഞ്ഞതിന് ശേഷം ഒരു വാർത്ത ഞാൻ നിങ്ങളുമായി പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ആസ്ക റിട്ടയർമെൻറ്റ് പ്രഖ്യാപിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ റിട്ടയർമെൻറ്റ് പ്രഖ്യാപിച്ചു എന്നുള്ളതിൻ്റെ സൂചനകളാണ് നൽകിയിട്ടുള്ളത് എന്ന്. റോ എപ്പിസോഡിലെ ഈ ഒരു സെഗ്മെൻറ്റും കൂടി നമ്മൾ വായിച്ചെടുക്കുമ്പോൾ ആസ്കയുടെ ഇനിയൊരു തിരിച്ചറിവ് നടക്കാൻ സാധ്യത വളരെ കുറവാണ് എന്നുള്ളതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇയോസ്കൈ വേഴ്സസ് സോൾ റൂക്ക തമ്മിലുള്ള മത്സരം കൂടി നമുക്ക് ഇന്നത്തെ റോ എപ്പിസോഡിൽ കാണാൻ സാധിച്ചു. സോൾ റൂക്കയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഇയോസ്കൈ വിജയം നേടിയെടുക്കുന്നതാണ് കാണാൻ സാധിച്ചത്. അതിനുശേഷം വന്ന ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിൽ നിലവിലെ വുമൻസ് ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യനായ ബെക്കി ലഞ്ച് സോൾ റൂക്കയെ കളിയാക്കുന്നതായും കാണാൻ സാധിച്ചു. അപ്പോൾ സോൾ റൂക്ക, ബെക്കി ലഞ്ച് ഇടയിലുള്ള ഒരു ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പ് മത്സരം കൂടി ഇനി വരുന്ന റോ എപ്പിസോഡുകളിൽ പ്രതീക്ഷിക്കാം. 4ാമത്തെ അപ്ഡേറ്റ് ബ്രോൺ ബ്രേക്കർ, പോൾ ഹെയ്മൻ, ഓസ്റ്റിൻ തിയറി,
ലോഗൻ പോൾ തുടങ്ങിയവർ ഭാഗമായിട്ടുള്ള ദ വിഷൻ ടീമിലേക്ക് പുതിയ മെമ്പർ വരാൻ പോകുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. ബ്രോൺസൺ റീഡ് ഇപ്പോൾ ആക്റ്റീവ് അല്ല, അദ്ദേഹം ഇഞ്ചുറി മൂലം മാറി നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പിലേക്ക് വരാൻ പോകുന്ന അടുത്ത ഒരു മെമ്പർ എന്ന് പറയുന്നത് അതൊരു മെയിൽ സൂപ്പർ സ്റ്റാർ അല്ല, ഒരു ഫീമെയിൽ സൂപ്പർ സ്റ്റാർ ആണ്. കുറച്ചധികം ആഴ്ചകൾക്ക് മുൻപ് ഞാൻ റോ എപ്പിസോഡുമായി ഇത്തരത്തിൽ ഡീറ്റെയിൽസ് പങ്കുവെക്കുന്ന വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിൽ മാക്സിന്യൂ ഡുപ്രി എന്ന് പറയുന്ന റെസ്ലറിനോട് ഓസ്റ്റിൻ തിയറിയും ലോഗൻ പോളും ഒരു ഇൻഡയറക്റ്റ് സെഗ്മെൻറ്റിൽ സംസാരിക്കുന്നത്. അപ്പോൾ ആ ഒരു സെഗ്മെൻറ്റിന് ശേഷം അതിൻ്റെ ഒരു ബാക്കപ്പോ അതിൻ്റെ ഒരു ഫോളോ അപ്പോ പിന്നീടൊന്നും നമുക്ക് റോ എപ്പിസോഡിൽ കാണാൻ സാധിച്ചിരുന്നില്ല. ആ ഒരു സ്റ്റോറി ഡ്രോപ്പ് ചെയ്തോ എന്നുള്ള രീതിയിലേക്കും നമ്മുടെ സംശയം വന്നിട്ടുണ്ടായിരുന്നു. കാരണം ആൽഫ അക്കാദമിയുടെ ഓട്ടിസ്, അഖീറ ടൊസാവ തുടങ്ങിയവരുടെ കൂടെ മാക്സിനി ഡുപ്രി ആക്റ്റീവായിട്ടുള്ള ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിലും ഇൻ റിംഗ് സെഗ്മെൻറ്റിലും ഉള്ളത് കൊണ്ട് തന്നെ അവർ ആ ഓസ്റ്റിൻ തിയറി, ലോഗൻ പോൾ തുടങ്ങിയവരുടെ സെഗ്മെൻറ്റ് എന്തിനാണ് കാണിച്ചത് എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. എന്നാൽ അതിനുള്ള എല്ലാവിധ ക്ലാരിഫിക്കേഷനും ഇന്നത്തെ റോ എപ്പിസോഡിലൂടെ നൽകിയിട്ടുണ്ട്. ഇന്നത്തെ ഈ ഒരു 6 മാൻ ടാഗ് ടീം മത്സരമൊക്കെ കഴിഞ്ഞ് റോ എപ്പിസോഡിൻ്റെ അവസാന ആ ഒരു അരമണിക്കൂറിലേക്ക് എത്തിയപ്പോൾ ദ വിഷൻ ടീമിന് ഒപ്പമുള്ള ഒരു ബാക്ക് സ്റ്റേജ് ഇൻ്റർവ്യൂ നടക്കുകയുണ്ടായി. അതിൽ ലോഗൻ പോളും ഓസ്റ്റിൻ തിയറിയും ഒരു കാറിൽ കയറുന്ന ഒരു സമയത്ത് ഓസ്റ്റിൻ തിയറി അവസാനം ആ ഒരു കാറിലേക്ക് പ്രവേശിക്കുന്ന ഒരു സമയത്തുള്ള ക്ലോസിംഗ് ഷോട്ടിൽ മാക്സിനി ഡുപ്രി ആ ഒരു കാറിനുള്ളിൽ ഇരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ദ വിഷൻ ഗ്രൂപ്പിലേക്ക്, ദ വിഷൻ ഫാക്ഷനിലേക്ക് പുതിയ മെമ്പറായിട്ട് ഫീമെയിൽ റെസ്ലർ മാക്സിനി ഡുപ്രി ഉടനെ ജോയിൻ ചെയ്യുമെന്നുള്ളതിൻ്റെ സാധ്യതകളാണ് നമുക്ക് മുന്നിലേക്ക് ഇപ്പോൾ തുറന്നു വന്നിട്ടുള്ളത്. അത് ദ വിഷൻ ടീമിൽ നിന്നുള്ള പുതിയ സ്റ്റോറി ലൈനുകൾക്ക് തുടക്കമായേക്കും. മാക്സിനി ഡുപ്രി എന്ന് പറയുന്ന റെസ്ലറിന് പോൾ ഹേമൻ എന്ന് പറയുന്ന കാലത്തെയും മികച്ച മാനേജർക്ക് കീഴിൽ സ്റ്റോറിയൊക്കെ ചെയ്യാൻ സാധിച്ചാൽ താരത്തിൻ്റെ ലെവൽ തന്നെ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ദ വിഷൻ ടീമിലേക്ക് പുതിയ മെമ്പറിനെ ആഡ് ചെയ്യുന്ന രീതിയിലേക്കുള്ള സ്റ്റോറി ലൈനുകൾ തുടക്കം കുറിച്ചിരിക്കുന്നു. അഞ്ചാമത്തെ അപ്ഡേറ്റ് ഇന്നത്തെ റോ എപ്പിസോഡിൽ നടന്ന ഏക ചാമ്പ്യൻഷിപ്പ് മത്സരം ട്രിപ്പിൾ എ മെഗാ ചാമ്പ്യൻഷിപ്പ് മത്സരമായിരുന്നു. നിലവിലെ ചാമ്പ്യനായ ഡൊമിനിക് മെസ്റ്റിരിയോ ഒറിജിനൽ എൽ ഗ്രാൻഡെ അമേരിക്കാനോ എന്ന റെസ്ലറിനെതിരെയാണ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്തത്. എൽ ഗ്രാൻഡെ അമേരിക്കാനോ എന്ന് പറയുന്ന റെസ്ലറിൻ്റെ ഇടപെടൽ മൂലം ഡൊമിനിക് മെസ്റ്റിരിയോയ്ക്ക് ടൈറ്റിൽ റിട്ടേൺ ചെയ്യാൻ സാധിക്കുന്നതായിട്ടാണ് മത്സരത്തിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്. ഈ മത്സരത്തിൽ ഡൊമിനിക് മെസ്റ്റിരിയോ വരുന്ന ഒരു സമയത്ത് ജെ ഡി മെക്ഡോണ ഡൊമിനിക് മെസ്റ്റിരിയോയുടെ കൂടെ ഉണ്ടായിരുന്നു. ഇതേ ജെ ഡി മെക്ഡോണയെ ഫിൻ ബാലർ ബാക്ക് സ്റ്റേജ് അറ്റാക്കിലൂടെ കീഴ്പ്പെടുത്തുന്നതായിട്ട് ഡൊമിനിക്കിനോട് ഒറ്റയ്ക്ക് പോയിട്ട് മത്സരിക്കാനായിട്ട് ആവശ്യപ്പെടുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിച്ചു. എന്തായാലും ഡൊമിനിക് മെസ്റ്റിരിയോയുടെ കൈവശമുള്ള ഈ ട്രിപ്പിൾ എ മെഗാ ചാമ്പ്യൻഷിപ്പ് ഉടനെ തന്നെ ട്രിപ്പിൾ എ ഷോയിൽ നഷ്ടപ്പെടാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ള ഒരു വാർത്തകളും പുറത്തേക്ക് വരുന്നുണ്ട്. ഈ മത്സരത്തെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആറാമത്തെയും അവസാനത്തുമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് നിലവിലെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ റോമൻ റെയിൻസിൻ്റെ കൈക്ക് ഇഞ്ചുറി പറ്റിയോ എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. റോ എപ്പിസോഡിൻ്റെ മെയിൻ ഈവൻറ്റിൽ റോമൻ റെയിൻസിനെ അക്നോളജ് ചെയ്യുന്ന ജേക്കബ് ഫാറ്റുവിൻ്റെ ആ ഒരു സെഗ്മെൻറ്റ് റോമൻ റെയിൻസ് പ്രതീക്ഷിച്ചതിനേക്കാൾ വളരെ ക്രൂരമായിട്ടുള്ള ആക്രമണത്തിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോയത്. റോമൻ റെയിൻസും ഊസോസും ജേക്കബ് ഫാറ്റു എന്തായാലും വന്നിട്ട് റോമൻ റെയിൻസിനെ അക്നോളജ് ചെയ്യുമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നില്ല. ആ രീതിയിൽ തന്നെയാണ് ഒരു സെഗ്മെൻറ്റിന് അവർ ബിൽഡപ്പ് കൊടുത്തതും അതുപോലെ തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചതും. ആദ്യം ജെ ഊസോയെയും തുടർന്ന് ജിമ്മി യൂസോയെയും ആക്രമിച്ച് റിങ്ങിലേക്ക് കയറിയ ജേക്കബ് ഫാറ്റു പിന്നീട് റോമൻ റെയിൻസിന് നേർക്ക് വലിയ ക്രൂരമായിട്ടുള്ള ആക്രമണമാണ് അഴിച്ചുവിടുന്നത്. പക്ഷേ റോമൻ റെയിൻസും സ്റ്റീൽ ചെയർ ഉപയോഗിച്ചിട്ടുമൊക്കെ തിരിച്ചടിക്കുന്നുണ്ട്. ജേക്കബ് ഫാറ്റുവിനെ നിയന്ത്രിക്കാനുള്ള വലിയ വലിയ കടമ്പകളൊക്കെ കടക്കാൻ റോമൻ റെയിൻസ് ശ്രമിക്കുന്നുണ്ടെങ്കിലും റോമൻ റെയിൻസിന് നേർക്ക് കൃത്യമായിട്ടുള്ള മറുപടികളുമായി തിരിച്ചടികളുമായിട്ട് ജേക്കബ് ഫാറ്റു ആ ഒരു ആക്രമണം അദ്ദേഹത്തിൻ്റെ ആധിപത്യത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അതിൽ അദ്ദേഹത്തിൻ്റെ ടോങ്കൺ ഡെത്ത് ഗ്രീപ്പ് എന്ന് പറയുന്ന സബ്മിഷൻ ഉപയോഗിക്കുന്നുണ്ട്. കമൻറ്റേഴ്സ് ടേബിളിലേക്ക് റോമൻ റെയിൻസിനെ പവർ ബോംബ് ചെയ്യുന്നുണ്ട്. ആ സ്റ്റീൽ സ്റ്റെപ്പിലേക്ക് റോമൻ റെയിൻസിനെ എടുത്തെറിയുന്നുണ്ട്. അങ്ങനെ ഒട്ടനവധി മൊമെൻറ്റ്സ് ചെയ്തിട്ട് റോമൻ റെയിൻസിന് മേൽ ഒരു വലിയൊരു ആധിപത്യം ജേക്കബ് ഫാറ്റുവിന് നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ദ ട്രൈബൽ ചീഫ് എന്ന് പറയുന്ന ക്യാരക്ടറിലേക്ക് റോമൻ റെയിൻസ് വന്നതിന് ശേഷം വിരലിൽ എണ്ണാവുന്ന ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ മൊമെൻറ്റ്സ് മാത്രമേ എതിരാളികൾക്ക് റോമൻ റെയിൻസിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടിയിട്ടുള്ളൂ. അതായത് എതിരാളികൾ വലിയ രീതിയിൽ റോമൻ റെയിൻസിന് എതിരെ ഡൊമിനേറ്റ് ചെയ്യുന്ന ചെറിയ ചെറിയ ഭാഗങ്ങൾ മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അതിൽ തന്നെ ജേക്കബ് ഫാറ്റുവിന് ഇന്ന് കിട്ടിയത് ഗംഭീരമായിട്ടുള്ള ഒരു സെഗ്മെൻറ്റ് എന്ന് തന്നെ പറയേണ്ടി വരും. ഈ ഒരു ആക്രമണത്തിൽ ആ ജേക്കബ് ഫാറ്റു റോമൻ റെയിൻസ് ഊസോസ് തുടങ്ങിയവർക്ക് നേർക്ക് ആ ഒരു ടാക്കിൾ ചെയ്തതിന് ശേഷം ആ എൻഡ് ചെയ്യുന്ന ഒരു ഭാഗത്ത് റോമൻ റെയിൻസിൻ്റെ കൈൻ്റെ മുട്ട് പൊട്ടി ചോര വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു ഫോളോ അപ്പ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആ വീഡിയോസിൽ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ റോമൻ റെയിൻസിൻ്റെ കയ്യിൽ ആ ടവിലൊക്കെ വെച്ച് ചോര വരാതിരിക്കാനുള്ള, ചോര വരുന്നത് തടസ്സപ്പെടുത്താനുള്ള ആ ഒരു ഭാഗങ്ങളൊക്കെ ചെയ്ത് ഡോക്ടേഴ്സ് റോമൻ റെയിൻസിനെ ബാക്ക് സ്റ്റേജിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. നിലവിൽ റോമൻ റെയിൻസിനെ
പറ്റിയിട്ടുള്ള പരിക്കിനെ സംബന്ധിച്ചുള്ള യാതൊരുവിധ റിപ്പോർട്ടുകളും ഒരു വെബ്സൈറ്റും നിലവിൽ പങ്കുവെക്കുന്നില്ല. അതായത് റോമൻ റിയൻസിന് സംഭവിച്ചിട്ടുള്ളത് ഒരു സീരിയസ് ആയിട്ടുള്ള ഇഞ്ചുറി ആയിരിക്കില്ല എന്ന് തന്നെ കരുതാം. എന്തെങ്കിലുമൊക്കെ ഒരു സീരിയസ്നെസ് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ റിപ്പോർട്ട്സൊക്കെ പുറത്തേക്ക് വരേണ്ടതാണ്. പക്ഷേ അത്തരത്തിലുള്ള യാതൊരുവിധ റിപ്പോർട്ടും വന്നിട്ടില്ല. അപ്പോൾ റോമൻ റിയൻസിൻ്റെ അത് സീരിയസ് ആയിട്ടുള്ള ഇഞ്ചുറി ആയിരിക്കില്ല. റോമൻ റിയൻസ് ഇനി വരുന്ന റോ എപ്പിസോഡിലും വരുന്നുണ്ട്. മെയ് മാസത്തിലെ റോ എപ്പിസോഡിൽ മാത്രമല്ല, ജൂണിലും ജൂലൈയിലും സമ്മർ സ്ലാം വരെയുള്ള കുറേയധികം റോ എപ്പിസോഡ്സിൽ ഇപ്പോൾ റോമൻ റിയൻസിനെ അഡ്വർടൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ റോമൻ റിയൻസ് ഇനി അങ്ങോട്ട് ആക്റ്റീവായിട്ട് തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ റോമൻ വേഴ്സസ് ജേക്കബ് ഫാറ്റു തമ്മിലുള്ള സ്റ്റോറി ക്ലാഷ് ഇൻ ഇറ്റലിയിലെ ഒരു മത്സരത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യൽ ഗിമിക്ക് വെച്ചിട്ട് തന്നെ ആയിരിക്കും ഈ മത്സരം നടക്കാൻ പോകുന്നത്. അതിനെ സംബന്ധിച്ച് നമ്മൾ രാവിലെ ഒന്ന് സൂചിപ്പിച്ചതാണ്. അപ്പോൾ കൂടുതൽ അതിലേക്ക് കടക്കുന്നില്ല. എന്തായാലും റോമൻ റിയൻസിൻ്റെ പരിക്ക് അത് കാര്യമുള്ളതായിരിക്കില്ല എന്നുള്ള തലത്തിൽ തന്നെയാണ് നമുക്ക് ഇപ്പോഴും വിശ്വസിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ റോ എപ്പിസോഡിനെ സംബന്ധിച്ചുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.